ബീച്ചിന്റെ മുതലാളി ഞാനാണ് കേട്ടോ. വമ്പത്തരത്തിന് നിൽക്കണ്ട കേട്ടോ. വെല്ലോണ്ടി നെല്ലുമ്പോ നോക്കണ്ട കേട്ടോ. കൊയ്ത് സേട്ടോ തിന്നല് സേട്ടോ. ഹലോ ഗായ്സ്, എല്ലാവർക്കും ആസ്ട്രോവേഴ്സ് ക്രൂവിലോട്ട് സ്വാഗതം സ്വാഗതം സ്വാഗതം. അപ്പം ഇന്ന് നമ്മളൊരു പുളിക്കോസ്കി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ എന്താ കാട്ടാൻ പോകണമെന്ന് വെച്ചാൽ നമ്മളൊരു വാട്ടർഫോൾസ് അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ ടീമിൽ നമ്മളെ താറായിട്ട് നമ്മളിന്നൊരു ട്രിപ്പ് പോവാണ് ഗൈസ്. ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നോക്കാനാണ് പോണത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ കൂട്ടത്തിലുണ്ടാവില്ല വണ്ടി പ്രാന്തന്മാർ, ഓർക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ ആ പറഞ്ഞ സ്ഥലം. ഇവിടുന്ന് ലെഫ്റ്റിക്ക് ഒരു വഴി കാണുന്നുണ്ട്. അവിടെ എന്തൊക്കെ കാണുന്നുണ്ട് ഗൈസ്, ശരിക്കും എന്താണെന്ന് അറിയുന്നില്ല. അപ്പോൾ അതെന്തായാലും നമ്മൾ ഇപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് എന്തായാലും നമ്മൾ ഈ വെള്ളച്ചാട്ടം ആ ഒരു സ്ഥലത്തേക്കാണ് വന്നത്. ഇവിടെ അതിനാ ഹിഡൻ സ്പോട്ട് മാതിരി, ഹിഡൻ സ്പോട്ട് എന്ന് അറിയില്ല, ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു. വെള്ളച്ചാട്ടോ അങ്ങനെ എന്തോ ആണെന്നാ പറഞ്ഞു. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. എന്റെ സവനപ്പൊന്നും ഞാൻ തില്ല പോയി പറയുമ്പോലെ റെഡ് ബുള്ളല്ലേ. അതുകൊണ്ടാണ് പിന്നെ ഇത്ര ശക്തനായിട്ട് കണ്ടോ ഒറ്റടി വണ്ടി കയറ്റി കൊണ്ടുപോകുന്നത്. കോക്കോകോള നാളെ മുതൽ ഞാൻ പാലും മുട്ടിയും ജിമ്മിന് പോകാൻ പോവാ. ജിമ്മോ ഇല്ലല്ല, ഇവിടെ അടുത്ത് വണ്ടി ഇഷ്ടം ആ കൂടുന്നു. അപ്പൊ എന്റെ വണ്ടി മുന്നിൽ പെട്ടെന്ന് ഇറങ്ങി ഇങ്ങോട്ട് നോക്കി നോക്ക് ശരിക്കും. നോക്കി കയ്യൊന്ന് കാണിച്ച്. കോഴി മസാല ഉണ്ടത് അതൊക്കെ കോഴി മസാല ഉണ്ടോ? വെള്ളച്ചാട്ടം ചാടണം. ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇതൊക്കെ കൊടുത്തിട്ട് നിൽക്കുന്നത്. വെള്ളച്ചാട്ടം തന്നെയാണോന്ന് അറിയില്ല. ഇവിടെ എന്തൊരു സംഭവം പൊട്ടക്കിണറും ആണെങ്കിൽ ഇർഫാന്റെ ഒന്നും മയ്യത്ത് അതിനായിട്ട് ഞാൻ എന്താ മറ്റേ ലക്ഷദ്വീപിത്തെ ട്രൗസറൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട്. എന്റെ ഫ്രണ്ടിന്റെ വലിയ ലക്ഷദ്വീപ് ഒരു പെണ്ണെ സെറ്റാക്കി വന്നപ്പോ കൊടുത്തതാ. നമുക്കേ ഇതല്ല ശരിക്കും റൂട്ട്. ഇവിടുന്ന് ഇങ്ങനെ മെല്ലെ പറഞ്ഞു മറ്റോ നമ്മളെ പറ്റിച്ചതാണ് ഗൈസ്, നമ്മളെ പ്രാങ്ക് ചെയ്താണ് ഗൈസ്. അവിടെ ഒരു താങ്ങില്ല, ഞാൻ വെറുതെ പോയി. അവിടെ ആകെ ഒരു കയറ്റോ രണ്ട് വളം. കൂടെ ഇപ്പൊ പോണ്ട. വെള്ളച്ചാട്ടം എവിടെയാണ് ശരിക്കും? മറ്റേ റൂട്ട് കൂടെ എന്താണ് ഇപ്പൊ അതിന്റെ പേര് പറഞ്ഞ ഹാറിലോട്ടോ? അപ്പത്തെ റൂട്ടിന് പേരൊക്കെ അവിടെ ഒന്നല്ല, ഇവിടെ ആയിട്ട് എവിടെയോ ഉണ്ട്. ചാതി ഇങ്ങോട്ട് വാ. ബീച്ച് നമുക്ക് ബീച്ച് ഇവിടെ ഒന്നൊക്കെ ഇറങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാലോ. നമുക്കൊന്ന് റിസോർട്ട് ബുക്ക് കടന്നുറങ്ങിയത്. റിസോർട്ട് ഉണ്ടെങ്കിൽ ഇവിടെ മൂപ്പരിക്ക് വിളിച്ചോക്കാം. ഹലോ ഞാനാണ് തുക്കള റിസോർട്ടിന്റെ ഓണർ. നിങ്ങളുടെ തുക്കള റിസോർട്ടിൽ ഒരു റൂം ഉണ്ടോ? എത്ര റൂമാണ് വേണ്ടത്? രണ്ട് പ്രൈവസി റൂമാണോ വേണ്ടത്? അല്ലാതെ പബ്ലിക് റൂമിൽ തന്നെ ബീച്ചിന്റെ നടുവ് കൊണ്ടുപോയിട്ട് ബെഡ് ഇട്ട് കടന്നുറങ്ങാൻ പറ്റുമോ? ബിസിയോ? എന്ത് ബിസി? ഹലോ റൂം കിട്ടുമോ? അത് പറയും, റൂമിന്റെ കാര്യം പറയും. ഹലോ ഗൈസ്, ഫോൺ കട്ട് ചെയ്തു ഗൈസ്. റൂം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്തായാലും പോയോക്കാം അങ്ങോട്ട്. ഈ ഒരു ചങ്ങായിട്ടാ പിന്നല്ലോടാ പിന്നില്ലേ? നമ്മൾ ഏകദേശം അതിന്റെ മുമ്പായിട്ടില്ലേ റിസോർട്ടിന്റെ. മൂപ്പരെന്താ പറഞ്ഞത്? ബിസി എന്നൊക്കെ പറഞ്ഞു കിട്ടിയോ? ബിസി അല്ലേ കേട്ട്, വേറൊന്നും കേട്ടിട്ടില്ലല്ലോ. അയാൾ നമ്മളെ ബീച്ചിന്റെ നടുവ് കൊണ്ട് ഇരുത്തിയിട്ട് നല്ല ബാർബിക്യൂ ഒക്കെ വെച്ച് തരുന്നായിരുന്നു. ഇനി ബാത്റൂം ഒക്കെ ബീച്ചിന്റെ സൈഡിലായിട്ട്. വെള്ളച്ചാട്ടന്റെ റൂട്ട് എനിക്കറിയാം. പിന്നാലെ വരുമോ? അപ്പൊ ഇത്രയും നേരം പച്ചമലത്തിലാണ് ചോദിച്ചാൽ. ആദ്യം റിസോർട്ട് പോയിട്ട് മതി. ശരി, റിസോർട്ട് പോയിട്ടൊന്ന്
ഫ്രഷ് ആയിട്ട് നമുക്ക് വേറെ അതിനെ ഫ്രഷ് ആവാൻ എനിക്കൊന്ന് ബാത്റൂം പോണം വേഗം. മുട്ടി 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 എനിക്ക് സന്തോഷം എനിക്ക് മുട്ടി എനിക്ക് സന്തോഷം എനിക്ക് മുട്ടി എനിക്ക് എന്താടാ സന്തോഷം. ഇത് അല്ല എടാ ഇവിടെ നോക്ക് ഇത് കണ്ടോ? പെരൻ്റെ ഉള്ളിൽ കയറാൻ വാവ് സിഗ്മ 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 ബോയ് എൻ്റെ വെറും കാലത്ത് കുട്ടി അങ്ങനെയൊക്കെ ഉണ്ടാവുക. ഇതിങ്ങനെ ഓ മൈ ഗോഡ്. അല്ല ഇത് വേഗം പോയിട്ട് എൻ്റെ ആസ്ഥാന ഗിരിഗിരി നടത്തിയിട്ട് വാ. നിനക്ക് ഇവിടെ റിസോർട്ടിൽ എവിടെ വണ്ടി പാർക്ക് ചെയ്യാന്നാണ് ഞാൻ നോക്കി കൊടുക്കുന്നത്. പൊട്ട നടു റോട്ടിൽ തന്നെ പാർക്ക് ചെയ്യാ. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പരമശിവന്റെ വണ്ടി. ആര് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി ഐഡിയസിന്റെ വണ്ടിയാണെന്ന്. എടാ പൊട്ട പിന്നെ എനിക്ക് പാർക്ക് എടാ സ്വിമ്മിങ് പൂള് നമുക്ക് എന്തായാലും ഇവിടെ ടോയ്ലറ്റ് ഒന്നും കാണാത്ത സ്ഥിതിക്ക് ഇപ്പൊ വരാം. ആ സ്വിമ്മിങ് പൂളിലെ കൊളായി അല്ലേ യഹൂദി. ഇവിടെ ഒരു മൂല കണ്ടിരിക്കുക ആരും കാണണ്ട. അല്ല എനിക്കൊരു സംശയം. അവിടെ വള്ളച്ചാട്ടം നാള് ഓ മൈ ഗോഡ്. ഞാൻ എന്റെ മുകളിൽ കട്ടപ്പ പരമശിവ എന്ന് പറയാം. അത് അപ്പൊ മറ്റേ ഇത് കാണാം. കട്ടപ്പയും പരമശിവി രണ്ടാൾക്കാരല്ലേ? അല്ല എന്താ അല്ല മാറിപ്പോയി. കട്ടപ്പി പരമശിവന് ഒരാൾക്കാരില്ല. അല്ലല്ലേ നമുക്കല്ല എന്തൊക്കെയാണ് പറയുന്നത്? അതിനെ മറ്റേ ടർഫൊക്കെ ഉണ്ടാവുന്നതാണ് പറ്റിച്ചാണ്. മെസ്സി ഫോട്ടോ എടുക്കോ? ക്രിസ്ത്യാനോ റൊണാൾഡോ നാഷണൽ ഫുട്ബോൾ ക്രിക്കറ്റിനെ വിളിച്ചതാണ്. പക്ഷെ ഞാൻ അവിടെ പോയില്ല. ഫോട്ടോ എടുക്കോ? അഥവാ എനിക്ക് ക്രിക്കറ്റ് കളിക്കാം. ഞാൻ എന്തായാലും ഡ്രോൺ വന്നിങ്ങനെ നമുക്ക് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ പോയാലോ? ഇവിടൊക്കെ മറ്റേ ഇത് എന്താ മുറിവേറ്റ സിംഗത്തെ പോലെ അർജുനയല്ലേ നമ്മുടെ കട്ടപ്പ. അതിന്റെ മൂക്കടിച്ച് സിനിമ അതിന്റെ ഫോട്ടോയുടെ മൂത്രയിച്ച മുട്ടണ ഇതാണ് ചെറുക്കാൻ മാറിക്ക്. ഞാൻ ബാഹുബലി കളിച്ചാ അതിന്റെ മോള് പോയിട്ട് ഞാൻ കട്ടപ്പാക ധീവര അസുര സൂര്യകാന്ത ഈശ്വര. അതാ ഈശ്വര അങ്ങോട്ട് പോയി ഡ്രോൺ അങ്ങോട്ട് പോയി. ഇത് നോക്ക് എന്റെ മോളിൽ ഉണ്ടാവും. എന്റെ മോളിൽ ഉണ്ടാവും. മോനെ മേലെന്ന് കാര്യം സാധിക്കരുത്. ധീവര അസുര സൂര്യകാന്ത ഈശ്വര മറ്റേത് അറിയാതെ ഫോട്ടോ എടുത്തു. മുറിവേറ്റ സിംഗത്തെ പോലെയല്ല. പിന്നെ നിങ്ങൾ കപ്പൽ എന്ത് ചെയ്യുന്നു? തൂറാമുട്ടിയെ പോലെ നിൽക്കുന്നു. വിജയ് വന്നാ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പോകണ്ട്. ഇത് നല്ലൊരു വെള്ളച്ചാട്ടം. ഇത് ഒതുക്കിയാലോ? നമുക്ക് എന്തായാലും ട്രിപ്പ് പോയതല്ലേ. അതിനായിട്ട് താറ് കൊല്ലി കുട്ടപ്പനാക്കി കൊടുക്കുന്നത്. ഇവിടുന്നെങ്ങാന് വേറെ ഒരിക്കലും പോവില്ലെന്ന് പറഞ്ഞ ഇർഫാന്റെ ഏത് റിസോർട്ടാണ് ഇതില് ഇവരെ സ്വിമ്മിങ് പൂളൊക്കെ ചാടുണ്ട്. ഓണർക്കൊന്ന് ചവിട്ടിയ ഓണർ നമ്മളാളാണ്. എന്തോ ഒരു പേരാണല്ലോ റിസോർട്ടിന്റെ പേരെന്തേന്ന് പറഞ്ഞു. ആ സാരല്ല, നമ്മുടെ ശംഭുവണ്ണന്റെ റിസോർട്ടാണ്. ആ ഗൈസ് ശംഭുവണ്ണ വിളിച്ചിട്ടുണ്ട്. ഹലോ നമ്മളാണ് കാട്ടാക്കാട് എവിടെയുള്ളത്? ഹലോ നിങ്ങളാരോ? ഞാൻ പരമശിവൻ. ചിന്നാണ് സ്പിരിറ്റ് കടത്താൻ തുടങ്ങിയതൊക്കെ ഇന്റെ അടുത്ത് എന്തിനാ പറയണീ? ഹലോ പറച്ച തമ്പുരാൻ, എന്നെ റൺവേത്തെ പോലീസുകാർ ഇഞ്ഞ ഒന്ന് തൂക്കുവോ? ഞാൻ ഒന്നും കാട്ടിയിട്ടില്ല. റോങ് നമ്പർ ആരൊക്കെ വന്ന് എനിക്ക് വിളിച്ചിട്ട് ചിന്നാടൻ്റെ ലോറിയാണെന്നൊക്കെ പറയുന്നുണ്ട്. സ്പിരിറ്റിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇതുവരെ ഗോസ്റ്റിൻ്റെ സ്പിരിറ്റ് അല്ലാതെ വേറെ സ്പിരിറ്റും കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ പ്രഭാസിലെ സ്പിരിറ്റ് പടം കണ്ടിരുന്നു. വേറെ നമുക്കറിയില്ല. ഇതൊക്കെ എവിടുന്ന് പൊട്ടി മുളച്ച് വരുന്നെന്ന് തന്നെ എനിക്കറിയില്ല. ഓരോ വണ്ടി വലിയ ഇതാ ഇജ് വന്നാ ഏതോ സ്പിരിറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് നിക്കടാന്നോ? ഇഞ്ച് വന്ന തീർച്ചയായിട്ടും മുട്ടായോ? ആ ചങ്ങായി എന്താ പറഞ്ഞത്? ആ ചങ്ങനെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടല്ലോ.
പരമശിവന്റെ ലോഡാ ഇതങ്ങനെ തടുത്ത വാളയാർ പരമശിവ ഒന്ന് വെട്ടി വിടുന്നു. അത് ഞാൻ പറഞ്ഞു എന്റെ വാപ്പാനെ വിളിച്ചിട്ട് ഞാൻ എന്റെ വാപ്പാനെ വെട്ടി വിടാന്ന്. അനക്കും വിളിച്ചിരുന്നില്ലേ? ഷിബു അണ്ണനല്ല അത് ഷിബു അണ്ണനല്ലടാ, അത് ശംഭു. ആ ശംഭു അല്ലേ? ശംഭു അല്ലേ? എന്തിലൊക്കെ ആവട്ടെ. ഞാൻ ഇവിടെ തന്നെ റിസോർട്ടിന്റെ അവിടെ തന്നെ ചെറുതായിട്ടൊന്ന് ഫ്രഷ് ആവാൻ പോയതാണ്. അപ്പൊ ഇത്രയും മാരേജ് എന്തിനാ കഴിഞ്ഞത്? ഞാൻ ഇവിടെ ഫ്രഷ് ആവുക കണ്ണ് ഇതായി കണ്ണീരൊട്ടിച്ചെന്നെ മരുന്ന് ഒട്ടിച്ചു. എനിക്കെന്താ കണ്ണിലൊക്കെ ഒട്ടിച്ചു? എന്റെ കണ്ണല്ലേ എനിക്ക് നോക്കണ്ട. പിന്നെ എന്റെ മായി പുറത്തേക്ക് ഷിബുണ്ണ ഇവിടുന്ന് പാർക്കിങ് തരൂലെന്നാ തോന്നുന്നു. റിസോർട്ട് ബുക്ക് ചെയ്തോ? വലിയ കാര്യത്തില് സ്വിമ്മിംഗ് പൂള് കട്ടപ്പോ കാണിക്കാം. ഇല്ല, ഞാനത് അയാളെ വിളിച്ചിരുന്നു. അയാള് എന്താ കാട്ടിന്ന് അറിയില്ല. ഷിബുണ്ണ വിളിച്ചില്ലെങ്കിൽ ഞാൻ റൂമിന്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ തട്ടിപ്പറിച്ച് എടുത്തു. ക്യാമറയിൽ കണ്ടു സൗണ്ട് വെച്ചു. അപ്പൊ തന്നെ ഞാൻ വണ്ടി ഇട്ടോടി വന്നു. ഞാൻ പറഞ്ഞു മുഹമ്മദ് ഇർഫാൻ എഴുതി വെച്ചിട്ട് ഈ പേപ്പറിൽ നമ്പർ വണ്ടി വിട്ടു. ഇജെവിടേക്ക് പോണ? ഞാൻ വെറുതെ തന്നെ. വെള്ളച്ചാട്ടം അവിടെ ഞാൻ പറഞ്ഞേ എനിക്ക് കല്ലും മുട്ടൊക്കെ പൊട്ടിച്ചോല്ലോ. എന്റെ സ്ഥിരം ഹോബിയല്ലേ. പിന്നാലല്ലേ നല്ല ആർമേഡ് വണ്ടികളൊക്കെ ഉണ്ടാവുമ്പോ എങ്ങനെയാണ് പൊട്ടിച്ചെടുക്കാൻ തോന്നുന്നു. അടുത്തൊന്ന് വണ്ടി എടുത്തിട്ട് വാടാ. ഞാൻ എനിക്കെന്തോ ആയി. എനിക്ക് എല്ലാവർക്കും ആവുമല്ലോ. എന്റെ വണ്ടി താ മറ്റേ മിസൈൽ വിട്ടമാതിരി ബാഗിൽ പോണ്. അങ്ങോട്ട് നടക്കിച്ചെക്ക എന്ത് കാട്ടണം. അതങ്ങനെ കേറില്ല. കൊറേ പേരാണ് അവിടെ ഒന്നും നിർത്താൻ നിൽക്കണ്ട. ഇതീ കൂടെ നമ്മൾ ഏതൊരു കാറും കൊണ്ട് വന്നിട്ടില്ലേ? വിഷയം കൊണ്ടോ അതോ ഇതും കൊണ്ടോ എനിക്കറിയില്ല. നമ്മൾ ഏതൊരു കാറായിട്ടുണ്ടെങ്കിൽ നല്ല ഓർമ്മയുണ്ട്. കഴിച്ചപ്പോ വെള്ളച്ചാട്ടം കാണാൻ പോണി. നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ്. നിങ്ങളെല്ലാം ലൈക്ക് വെള്ളച്ചാട്ടം അല്ലെങ്കിൽ വേറെ യൂറോപ്യൻ കക്കൂസും കാണാൻ പറ്റും. എന്തിലൊക്കെ കാണാൻ വെച്ചാൽ വണ്ടി എടുത്ത് വീട്ടിൻ്റെ ചെങ്ങായി. പിന്നെ ഞാൻ ആറ്റിനറിവില് ഇടാത്ത ഭാഗ്യം. നാടൻ പട്ടിക്ക് സൂട്ടന്മാരെ വെള്ളച്ചാട്ടം എന്താണ് ഞാൻ പറഞ്ഞത്? എനിക്കിതൊന്ന് ഇട്ടിച്ച് പൊട്ടിച്ചാതെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടം. ചെറിയ വെള്ളച്ചാട്ടം എവിടെക്കടാ ഈ കാട്ടക്കട അവിടെ മൈ ഗോഡ് ഗായ്സ്. നിങ്ങളിത് കാണുന്നുണ്ടോ? താഴ്ക്കിറങ്ങി പോവാൻ നിക്കണ്ട. അതെന്ത് കഥ? നമ്മളിത് അവിടെ ഇവിടുന്ന് ബാഹുബലി ധീവര. എനിക്ക് ധീവര കളിച്ചണം. വണ്ടി എടുക്കടാ, മല കയറ്റടാ. വണ്ടി എനിക്ക് ധീവര കളിച്ചണം. ധീവര വണ്ടി എടുക്ക. തന്നെ മോൾക്ക് വച്ച് വണ്ടി എടുക്ക്. ധീവര ഗൈസ് എന്തായാലും മേലൊക്കെ തിരിഞ്ഞു ബാക്കി കാണാം ഗൈസ്. ഞാൻ കണ്ടോ എത്ര എനിക്ക് നല്ല ചെറിയാണ്. പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്യണം. ഹലോ ഗൈസ്, അപ്പം നമ്മളിതാ ധീവര കളിച്ചാനായിട്ട് ഇതാ കയറി. നമ്മളിതാ മല കയറി പോന്നു. ബാഹുബലി വള്ളത്തിൽ കൂടെ കയറിയിരുന്നു നമ്മൾ. പക്ഷേ ജീപ്പ് കൊണ്ടൊക്കെ പോയ ഈ കാലത്തൊന്നും ഞാൻ എത്തൂല. പിന്നെ ഞാൻ ബാഹുബലി അവനല്ലേ വന്ന്. ഞാൻ അവിടെ തന്നെ ചാടല്ലോ. പൊന്നാര പടപ്പേ ഒരു തുണ്ട് പോലും. വാച്ച് ടവറോ? ഇത് വാച്ച് ടവർ അല്ലടാ. പബ്ജി ചാർഡോപ്പ് അറിയാതെ ഫ്ലൈറ്റ് ചെയ്ത് കൂടെ പോയപ്പോ ഇവിടെ ഒന്ന് ചാടിയതാണ്. എനിക്ക് പൈസ ഒന്നും കിട്ടില്ല. എന്തോ 3000 റുപ്യ എന്തോ ഇവിടെ ഏതോ കള്ളുപിടിച്ച ആൾക്കാർ വന്ന് കൊണ്ടുപോയിട്ടാണ്. നമുക്ക്
അപ്പം എന്തായാലും നമ്മൾ ഇവിടുന്ന് കണ്ടു എനിക്കും കിട്ടി 200 റുപ്യ സ്വർണ്ണം. 200 റുപ്യൻ്റെ സ്വർണ്ണം? അതെന്ത് സ്വർണ്ണം? ഓ അങ്ങനെ പറ. എടാ എനിക്കിവിടുന്ന് ജീവരം എടുക്കണം. നിൽക്ക്, ഞാൻ ജീവരം എടുത്തിട്ട് വരാം. ഇതിന്റെ മോളിൽ കയറാൻ പോവാ. അതിന് ഇതിന്റെ മോളിൽ കയറിട്ട് എന്ത് ഉണ്ടാക്കാനടാ പൊട്ട? സിനിമാറ്റിക്സ് പൊട്ട കുഞ്ഞാലി എനിക്ക് അന്തല്ലേ തീരെ. ഇതിന് താഴേക്കല ഇറങ്ങണ്ട, മോളിൽ കയറിക്കാൻ എന്തെങ്കിലും ഉണ്ടാവുമോ? ഏത് കൂടെ ഏത് കയറണമെന്നാ പറഞ്ഞു? ഇവിടെ വന്ന് നിൽക്ക്, ഞാനൊക്കെ സിനിമാറ്റിക്സ് എടുത്തരാം. ഇതിന്റെ അടിയിലാ, ഇതിന്റെ അടിയിലേക്ക് ഇതിന്റെ അടിയിലാണെന്ന് ചോദിക്കാൻ ഇതിന്റെ ഇവിടെ ചാടാം, ഇവിടെ ചാടാം. വിടുക്കുക മോൾക്ക് കയറിയോ? എനിക്ക് മോൾക്കൊന്നും കയറി വരാൻ പറ്റൂല. എനിക്കെന്തോ ആയി ഗൈസ്. ഓ ഞാൻ കണ്ടുപിടിച്ചു, അത് ടെലിപ്പോർട്ടേഷൻ വെള്ളമാണ്. ഞാൻ നേരത്തെ അറിയാതെ ആ വെള്ളം കുടിച്ചില്ലേ. ഇങ്ങോട്ട് വാ, ഇതിന്റെ മോൾക്ക് വാ. മോൾക്ക് ഇതിന്റെ മോൾക്ക് ഞാൻ എന്താ പറയണമെന്നറിയോ? ഇതിന്റെ മോൾക്ക് വന്നതിന് നമുക്ക് ഇവിടെ ഇനി ഞാൻ മോൾക്ക് എനിക്ക് കയറാൻ പറ്റണില്ല. എൻ്റെ സ്റ്റാമിന ഒക്കെ കഴിഞ്ഞു. ഞാൻ എന്താ വീഡിയോ അതിൻ്റെ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ വാ. എനിക്ക് വണ്ടീൻ്റെ അടുത്ത് വന്നാൽ നമുക്ക് നേരെ വീഡിയോ അതിൻ്റെ മറ്റൊരു സിനിമാറ്റിക്സ് കിട്ടുന്ന ചാട്ടമൊക്കെ ചാട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് വൈൻഡ് ചെയ്യാം. നമുക്ക് എന്തായാലും ഈ ചാട്ടത്തിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് വൈൻഡ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വെള്ളം ടെലിപ്പോർട്ടായി. വെള്ളം ഞാനൊരു ബന്ധമുണ്ടായിരുന്നു. നമുക്ക് ബീച്ചിൻ്റെ അവിടെ പറ്റി ഡ്രിഫ്റ്റ് ഒക്കെ അടിച്ചിട്ട് അവിടെ വെച്ച് ഫുൾ മണലാക്കിയിട്ട് നമുക്ക് ഈ ബീച്ച് ഇത് വെള്ളച്ചാട്ടമാണ്. ബീച്ച് പോയാലോ? ആവശ്യമില്ല. ബീച്ച് പോയാലോ? പിന്നെന്താണ് ആരും എന്നോട് ആരും ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ചെക്കാം. ഞാൻ പാർക്ക് പാർക്കിന്റെ പോലെ അങ്ങനെയാണ്. കുറച്ച് മേലെ കയറ്റിട്ടാ അല്ലെ വണ്ടിയിലേ വെള്ളം കയറി എന്തില്ല. അങ്ങനൊന്നുമില്ല. വണ്ടി കയറ്റിട്. ഫോട്ടോസ് എന്തെങ്കിലുമൊക്കെ എടുക്കും. ഞാൻ അപ്പത്തിനും വീഡിയോ വേണ്ടി പോട്ടെ. അപ്പോൾ കഴിച്ച് ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ഒരു പുതിയ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനാണ് പോയത്. പക്ഷേ അവിടെ ഒരു പറ്റിച്ചു കഴിച്ച് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ റിസോർട്ട് പോയി. പിന്നെ ഇപ്പം എനിക്കെന്തോ വെള്ളച്ചാട്ടമൊക്കെ അറിയാമെന്ന് പറഞ്ഞു. അത്രയും നേരം ഉണ്ടാതിരുന്നിട്ട് ലാസ്റ്റ് നേരത്താണ് വെള്ളച്ചാട്ടം പറയുന്നത്. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു, ദീവര കളിച്ചു, ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ വീണ്ടും സന്ധിക്കും വരയ്ക്കും. ദിസ് ഈസ് യുവർ ആസ്ട്രോവേഴ്സ് ക്രൂ സൈനിങ് ഓഫ്. ബൈ ബൈ. എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അത് മറക്കണ്ട കേട്ടോ. പാൽക്കുപ്പി വാങ്ങാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ. സീ യു. ഗുഡ് ബൈ. ടും ടാടാ.